അസൂയയാണ്. ഒരു ആലുവ കച്ചവടക്കാരൻ അടുത്ത ആലുവ കച്ചവടക്കാരനോട് ചിലപ്പോൾ ഒരു പക്ഷേ, ഒരു ഒപ്റ്റിക്കൽസിന് അടുത്ത ഒപ്റ്റിക്കൽസിന്, ഒരു കാർ ഷോപ്പുകാരൻ അടുത്ത കാർ ഷോപ്പിനോട്, ഒരു ജ്യൂസ് വിൽക്കുന്ന കടക്കാരൻ അടുത്ത ജ്യൂസ് കടയോട്, ഒരു റെസ്റ്റോറൻറ്റുകാരന് തൊട്ടപ്പുറത്ത് വരുന്ന റെസ്റ്റോറൻറ്റ് കടക്കാരനോട് ഇങ്ങനെയൊക്കെ തോന്നാം. ഒരു മുസ്ലിയർക്ക് വേറെ മുസ്ലിയരോടും തോന്നാം, ഒരു എഞ്ചിനീയർക്ക് വേറെ എഞ്ചിനീയറോട് തോന്നാം, എല്ലാവർക്കും. ഇനി ഒരു മൈക്ക് സെറ്റർക്ക് അടുത്ത മൈക്ക് സെറ്റരോട് തോന്നാം. സ്വാഭാവികമാണ്. എന്തേ? മനുഷ്യൻ വിചാരിക്കുന്നത് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ മാന്തിയെടുക്കുന്നതാണെന്നാണ്. ആണോ? അല്ല. നിങ്ങളുടെ റിസ്ക്കിൽ നിന്ന് ഒരക്ഷരം, ഒരു ഫിൽസ് പോലും കുറയാതെ നിങ്ങളുടെ തൊട്ടടുത്ത ഷോപ്പുകാരന് കൊടുക്കാൻ അള്ളാഹുവിന് കഴിയും. നിങ്ങളുടെ റിസ്ക് എടുത്ത് അതിൽ നിന്ന് പകുതിയല്ല അടുത്തവന് കൊടുക്കുന്നത്. പിന്നെയോ നിങ്ങൾക്ക് വേണ്ട കസ്റ്റമറെ കൊണ്ടുവരാൻ അള്ളാഹു കഴിയും. ഒരു കഷ്ണം വാങ്ങിയവനെ കൊണ്ട് 2 കിലോ വാങ്ങിപ്പിക്കാനും അള്ളാഹുവിന് കഴിയും. അതുകൊണ്ട് എൻ്റെ അരികത്ത് വന്ന കച്ചവടക്കാരന് റബ്ബേ നീ ബർക്കത്ത് കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന കച്ചവടക്കാർ വേണം. അവൻ പൊളിഞ്ഞു പോകട്ടെ എന്ന് പറഞ്ഞ് കൂടോത്രം ചെയ്യുന്നവരല്ല വേണ്ടത്. അങ്ങനെ ചെയ്യാം. കോഴിമുട്ട അനങ്ങിയ മുട്ട പരിപാടിയാ. കൂടോത്രം ചെയ്യുക, സിഹിർ ചെയ്യുക, ഓടിക്കാൻ, മാരണം ചെയ്യുക. ആ സാധു എന്തൊക്കെയോ പണ്ടവും സ്വർണ്ണൊക്കെ വിറ്റിട്ട് തുടങ്ങിയ കച്ചവടമായിരിക്കും. ഇപ്പം കൊണ്ടുവന്ന് കൂടോത്രം ചെയ്യും. അവിടെ ആ സാധനത്ത് കണ്ടുപിടിക്കാനും കഴിയില്ല. അങ്ങനെ കസ്റ്റമർ ആരും കയറാണ്ടാവും, പോവും ചെയ്യും. ഇന്നിപ്പോൾ അതും കച്ചവടം, കൊലപാതകം വരെ എത്തി. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നമ്മുടെ നാടിനെ കാക്കട്ടെ. അബദ്ധങ്ങളിലും ഇതുപോലെയുള്ള വീഴ്ചകളിലും ചെന്നുപെടാതെ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആലോചിച്ച് നോക്കൂ, അസൂയയാണ് മനുഷ്യനുള്ളത്. ഒരുത്തൻ്റെ വീട് കാണുമ്പോൾ അതുപോലെയോ അതിലേറെയോ അതിന് സമാനമോ നമുക്കനുയോജ്യമായതോ ആയത് അള്ളാഹു തരാൻ കഴിവുള്ളവനാണ് എനിക്ക്, ഞാൻ എന്തിന് അസൂയ വെക്കണം? അള്ളാഹു ഒരു മനുഷ്യന് കൊടുത്തത് എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറയാൻ, അള്ളാന്റെ അധികാരത്തിൽ കയറിക്കളിക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം തന്നത്? അസൂയ എന്ന് പറഞ്ഞതല്ലേ. അള്ളാഹ് കൊടുത്തത് എനിക്കിഷ്ടായില്ല, നീ ആരാണത് ചെയ്യാൻ? അള്ളാന്റെ തീരുമാനമല്ലേ അത്. നിനക്ക് തരാനും തരാതിരിക്കാനും നിന്റെ കൂട്ടുകാരന് കൊടുക്കാനും കൊടുക്കാതിരിക്കാനും അധികാരമുള്ളവനല്ലയോ അള്ളാഹു. അതുകൊണ്ട് റബ്ബേ നീ ആർക്ക് കൊടുക്കുന്നതും എനിക്ക് പൊരുത്തമാണ്, എനിക്കാവശ്യമുള്ളതും നീ തരേണമേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യലല്ലേ വേണ്ടത്. ഒരാളെ നശിച്ചു പോകണം എന്ന് ചിന്തിച്ച് എനിക്ക് കിട്ടണം ബിസിനസ്, എൻ്റെ അടുത്ത് വരണം ആളുകൾ, എൻ്റെ ഷോപ്പിലേ കയറാവൂ, അവിടെ പോയി കയറരുത്, ഇതൊരു മുസ്ലിമിന് ചിന്തിക്കുക പാടില്ല. ഇന്നി ഉരീദു അൻ തബൂഅ ബിഇസ്മി വഇസ്മിക് ഫതകൂന മിൻ അസ്ഹാബിൻ നാർ വദാലിക ജസാഉൽ ളാലിമീൻ. എല്ലായിടത്തും അസൂയയാണ്. മനുഷ്യൻ നോക്കുന്നിടത്ത് മുഴുവൻ. ഒരു മനുഷ്യൻ്റെ ഒരു ഹൗസ് വാമിങ് നടന്നാൽ പോലും അസൂയല്ലേ. ഞാൻ പറയും, നാട്ടുകാർക്ക് മുഴുവൻ ചോറ് കൊടുക്കും വേണം, ഒരു അസൂയ കാണും വേണം, എന്നിട്ട് ഒരു കുഴഞ്ഞു വീഴും വേണം. എന്തിനായി പണി ചെന്നാൽ പിന്നെ ചെയ്യാതിരുന്നാൽ പോരെ? വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നാട്ടുകാരെ വിളിച്ചിട്ട് നല്ല ഭക്ഷണം കൊടുത്തിട്ട് വലിച്ചതായിരിക്കും. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം എന്നാ പറഞ്ഞോണ്ടാ, ഞാൻ ഇപ്പം പറയില്ല, വെറുതെ പറയാ, തട്ടിവിടുക. ഒരു മനുഷ്യൻ്റെ ഇജ്ജത്തിനെ തകർക്കുക. അതുമല്ല, അസൂയ കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒരു പുതിയ വീടൊക്കെ ഉണ്ടാക്കി ഹൗസ് വാമിങ് നടത്തുമ്പോഴേ ചെരുപ്പിട്ട് ചളിയുള്ള ഷൂട്ട് കയറിപ്പോവുക. അത് അസൂയ എന്നല്ലാതെ എന്തായാലും പറയാം. ഒരു മനുഷ്യൻ്റെ വീട് വൃത്തിയായ ഒരു കാർപ്പറ്റ് വിരിച്ച് സോഫ സെറ്റ് വിരിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ഭക്ഷണം തന്ന് വിടുന്ന ഒരു മനുഷ്യൻ്റെ വീട് ചളിയാക്കി കൊടുത്തു പോരാ. എന്നിട്ട് ആ ഷൂവും വെച്ച് ചുമരുമ്മലൊക്കെ ചാരി നിർത്തണ്ട് ചെക്കന്മാർക്ക് ജ്യൂസും പിടിച്ചിട്ട്. നിങ്ങൾ സ്വന്തം വീട്ടിലത് ചെയ്യുമോ? നിങ്ങളുടെ സ്വന്തം വീട്ടിൽ ചെരുപ്പിട്ടുകാരെ ഉമ്മ തല്ലൂലേ? ഒരു മനുഷ്യൻ്റെ വീട്ടിൽ അത്ര വൃത്തി സൂക്ഷിക്കുമ്പോൾ നമ്മൾ തീരുമാനിക്കേണ്ടേ? ആ വീട്ടുകാരനെ പറയാൻ പറ്റൂല ചെരുപ്പൂരി വെക്കുക, എന്നാൽ പിന്നെ അവിടെ കച്ചറയാവും അല്ലേ? ആ വീട്ടുകാരൻ മിണ്ടാണ്ടിരിക്കും. നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഒരു പുതിയ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ചെരുപ്പഴിച്ചു വെച്ച് കയറിക്കൂടെ? ആ മനുഷ്യൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് വൃത്തിയിൽ ചെയ്തത്, പിന്നെ ആർക്കെങ്കിലും അവിടെ നിസ്കരിക്കാൻ പറ്റും റൂമിൽ? ഈ ഷൂട്ട് ഇത് എത്ര വൃത്തിയാക്കണം? പാതിരാത്രി ആൾക്കാർ പോയിട്ട് ഉറങ്ങാതെ വൃത്തിയാക്കി തലകറങ്ങി വീഴൂലേ അവരൊക്കെ? എന്തിന് വൃത്തികേടാക്കണം? നമ്മൾ പറയാ അത്തഹൂറു ശത്രുൽ ഈമാൻ, ഈമാന്റെ പകുതിയാണ് വൃത്തിന്ന്. എന്നിട്ട് ഈ കക്കൂസ് പോകുന്ന ഷൂട്ടിട്ട് ഒരു പുതിയ വീട്ടിൽ കയറി ചെല്ലുക, എന്നിട്ട് അങ്ങ് വൃത്തികേടാക്കി പോരാ. ചെയ്യരുത് മക്കളെ, ദയവ് ചെയ്ത് ഒരു കല്യാണ വീട്ടിൽ വൃത്തികേടാക്കി കൊടുക്കുക. എന്തിനത്? അസൂയയാണ്. ഇതിന്റെ പേരാണ് അസൂയ. ഇത് അസൂയയാണ്, കണ്ടുകൂടായ്മയാണ്. മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടേ ചില ആളുകൾ ചോദിക്കുമ്പോൾ സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര കുഴപ്പമാണ് എന്ന് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര മനുഷ്യന്മാരുണ്ടെന്നറിയോ? സുഖമാണെന്ന് പറയും,
അസുഖമാണ്, വലിയ വലിയ അസുഖമാണോ? തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സ് സമാധാനമാവും. ഇല്ലെങ്കിൽ അവന് ബേജാറാണ്, ഇയാൾക്കൊരു കുഴപ്പമില്ലേ. സുബ്ഹാനല്ലാഹ്. പ്രയാസങ്ങളൊന്നും ഇല്ല എന്ന് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവര്, യാ അല്ലാഹ്, നല്ലൊരു ചോദിക്കും സുഖം തന്നെയല്ലേ. പിന്നെ എന്തിനാ ചോദിക്കണത്? സുഖം തന്നെയല്ലേ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് സുഖമാണ്, കുഴപ്പങ്ങളില്ല, റാഹത്താണ് എന്ന് കേൾക്കാനല്ലേ നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കേണ്ടത്? അങ്ങനെയല്ലേ നമ്മുടെ കൽബിലേക്കാണ് അള്ളാഹു നോക്കുന്നത്, നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസിലേക്കല്ല. അള്ളാഹു നോക്കുന്ന ഇടം കൽബാണ്. അവിടെ നന്നാക്കി വെക്കണേ. അസൂയ വേണ്ട, ഒരാളോടും കുശുമ്പ് വേണ്ട, ഒരാളോടും പക വേണ്ട. നിങ്ങളുടെ കൽബ് ശുദ്ധിയാക്കണേ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് തന്നെ വലിയ ആളായി നടന്നിട്ടും കാര്യമില്ല, നിങ്ങളുടെ ശരീരത്തിലെ ഒരു മാംസകഷ്ണം നന്നാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റാതെ നിങ്ങൾ എത്ര ഹജ്ജും ഉംറയും സ്വതക്കയും ദാനധർമ്മങ്ങളും കല്യാണം സൽക്കാരം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്, അത് ഹൃദയമാണ്, അത് ഹൃദയമാണ്. അവിടെ നന്നാക്കണേ. വെറുപ്പ് കൊണ്ട് നടക്കല്ലേ, അസൂയ കൊണ്ട് നടക്കല്ലേ, വൈരാഗ്യം കൊണ്ട് നടക്കല്ലേ, പ്രതികാരം കൊണ്ട് നടക്കല്ലേ. എല്ലാവർക്കും നല്ലത് വരണം, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും സന്തോഷിക്കണം എന്ന് ചിന്തിക്കുന്നവനാണ് സത്യവിശ്വാസി. അതിനാണ് അദ്ദീനു അന്നസ്വീഹ. ദീനെന്ന് പറയുന്നത് എല്ലാവർക്കും നല്ലത് വരണം എന്ന് വിചാരിക്കലാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ലാ തഹാസദൂ, നിങ്ങൾ പരസ്പരം അസൂയപ്പെടരുതേ, വലാ തബാഗദൂ, നിങ്ങൾ പരസ്പരം ദേഷ്യപ്പെടരുതേ, വലാ തനാജശൂ, നിങ്ങൾ പരസ്പരം വൈരാഗ്യം കാണിക്കരുതേ, കൂനൂ ഇബാദല്ലാഹി ഇഖ്വാനാ, അല്ലാഹുവിൻ്റെ പടപ്പുകളെ നിങ്ങൾ സഹോദരങ്ങളെ പോലെ ആവണം. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു വിശ്വാസി തൻ്റെ കൂടെയുള്ള വിശ്വാസിയുടെ സഹോദരനാണ്, തൻ്റെ ഉമ്മ പെറ്റവനെ പോലെയാണ്. ലാ യദ്ലിമുഹു, അവരോട് അനീതി ചെയ്യരുത്. വലാ യഖ്ദുലുഹു, അവനെ നാണം കെടുത്തരുത്. വലാ യഹ്ഖിറുഹു, അവനെ നിസ്സാരനാക്കരുത്. എന്നിട്ട് പറഞ്ഞു, ഹസ്ബുംരിഇൻ മിനശ്ശർരി, ഒരു മനുഷ്യന് മലയോളം വരുന്ന വിപത്ത് വരാൻ കാരണം അയ്യഹ്ഖിറാഖാഹുൽ മുസ്ലിം, തൻ്റെ കൂടെയുള്ള വിശ്വാസിയായ ഒരു സഹോദരനെ നിസ്സാര കണ്ണുകൊണ്ട് നോക്കുന്നത്, ഒരാളെ വില വെക്കാതിരിക്കുന്നത്, ഒരാൾക്ക് ബഹുമാനം കൊടുക്കാതിരിക്കുന്നത് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ വിപത്താണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.